മൊബൈൽ ഗ്രാഫിക് ഡിസൈൻ കോഴ്സിന്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നമുക്ക് രണ്ട് ആപ്ലിക്കേഷനുകൾ ആവശ്യമാണ്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യും. ശേഷം കുറച്ച് ഗ്രാഫിക് ഡിസൈനിന്റെ കുറച്ച് ഭാഗങ്ങൾ ആഴങ്ങളിലേക്ക് പോകാതെ കുറച്ച് മാത്രം പറഞ്ഞ് നമ്മളിവിടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ആദ്യമായി നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോവാം. പ്ലേ സ്റ്റോർ എടുത്തിട്ട് സെർച്ച് ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻ ഫോട്ടോ എഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ എഡിറ്റർ അത് ഫസ്റ്റിലൊന്നും കാണാൻ സാധിക്കൂല. അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോ എഡിറ്റർ എന്നുള്ളത്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. രണ്ടാമത് നമുക്ക് ആവശ്യം യൂണിക്കോഡ് ആണ്. യൂണിക്കോഡ് FML എന്ന ആപ്പാണ്. മലയാളം FML കൺവേർട്ട് എന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ആദ്യമായി നമ്മൾ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ആദ്യമായി വേണ്ടത് ഫോട്ടോ എഡിറ്റ് എന്ന ആപ്പാണ്. ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഗാലറി ആപ്സ്, ക്യാമറ, ന്യൂ എന്ന്. നമ്മൾ ആദ്യമായി പോസ്റ്റർ ചെയ്യാണ്. നമുക്കൊരു പുതിയൊരു കാര്യമാണ് വേണ്ടത്. അതുകൊണ്ട് ന്യൂ എന്നത് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് കാണാം പിക്സൽ, ഇഞ്ച്, MM, CM, മീറ്റർ ഇങ്ങനെ തുടങ്ങിയ അളവുകൾ. ഇതൊക്കെ ഒരു അളവുകളാണ്. ഇതിൽ നമുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടത് പിക്സൽ എന്ന അളവാണ്. അത് അമർത്തി കൊടുക്കാം, ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വീതി വേണ്ടത് 2000 ആണ്. ഹൈറ്റ് നീളം 2500 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ നൽകാം. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് വരിക. ഇതിലാണ് നമ്മൾ ഇനി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാം ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് പറയുന്ന പേരാണ് ക്യാൻവാസ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്യാൻവാസ്. ഇനി നമ്മൾ അങ്ങോട്ട് ക്യാൻവാസ് എന്നേ പറയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം. ഡിസൈൻ ചെയ്യുന്നതിനാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവശ്യം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. ഇതിങ്ങനെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ ഈ പ്ലസ് എന്നതിലത്ത് ക്ലിക്ക് ചെയ്യുക. ടി എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് എന്താണോ വേണ്ടത് ഇവിടെ എഴുതി കൊടുക്കുക. ഞാനൊരു ഹലോ എന്ന് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ അതാ ഇതേപോലെ വന്നു. ഇതിനെ സെലക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ സെൻറ്ററിൽ നമ്മൾ എഴുതിയതിന്റെ സെൻറ്ററിൽ നോക്കി കഴിഞ്ഞാൽ ഇത് സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ നീക്കം ചെയ്യാം. എവിടേക്ക് വേണമെങ്കിൽ ഇതിനെ കൊണ്ടുപോകാം. പിന്നെ ഇതിന് 4 ഭാഗത്തും ഒരു റൗണ്ട് കാണാം. ഇത് വെച്ച് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ വലിപ്പം, ഇതിന്റെ ഹൈറ്റ്, എല്ലാ കാര്യങ്ങളും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് 4 റൗണ്ട് പിടിച്ച് ഇങ്ങനെ വലുതാക്കും ചെറുതാക്കും ഒക്കെ ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒന്ന് വെൽക്കം എന്ന് എഴുതാൻ പോവാണ്. +T എന്ന് ക്ലിക്ക് ചെയ്യാം. വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് അപ്ലൈ കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നു. സെലക്ട് ആയിക്കൊണ്ട് തന്നെയാണ് ഇത് വരിക. നമുക്ക് വെൽക്കം ആണെങ്കിൽ ഇത് നീക്കം ചെയ്യാം. എവിടേക്ക് ആണെങ്കിലും നീക്കാം. ഇനി നമുക്ക് ഹലോ എന്ന് മാറ്റി ഹായ് ആക്കണം. ഇതിനൊന്ന് മാറ്റം വരുത്തണം. അതിന് നമുക്ക് ഈ പ്ലസിന്റെ അപ്പുറത്തുള്ള ഈ പെൻസിൽ രൂപത്തിലുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇതാണ് എഡിറ്റിന് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ പെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ നമുക്ക് ഹലോ മാറ്റിയിട്ട് ഹായ് എന്നാക്കാം. എന്നിട്ട് അപ്ലൈ കൊടുക്കാം. മാറ്റം വന്നു, ഹായ് എന്നായി. ഇനി നമുക്ക് ഈ വെൽക്കം എന്നതിനെ ഒഴിവാക്കണം, ഡിലീറ്റ് ചെയ്യണം. എന്ത് ചെയ്യും? ഈ പെൻസിലിന്റെ അപ്പുറത്തുള്ള ഈ ഒരു പെട്ടി, ഒരു വേസ്റ്റ് ബക്കറ്റ് പോലത്തെ ഒരു പെട്ടി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡിലീറ്റ് എന്ന ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ വെൽക്കം എന്നത് ഡിലീറ്റ് ആയി പോയി. ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഇനി ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഒരു ഹായ് വെച്ച് നിങ്ങളുടെ പേരൊക്കെ എഴുതി നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ സെൻഡ് ചെയ്യാം. എല്ലാവരും സെൻഡ് ചെയ്യണം. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മേലെ കാണുന്ന ഈ ശരി അമർത്തുക. അപ്പോൾ ഇത് സേവ്ഡ് ആയി.
പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അമർത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു നിലക്കും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കൂല. പിന്നെ ഒരിക്കലും ഇവിടെ സെലക്ട് ആവൂല. ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഇതെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടോ എല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ ശരി അമർത്താൻ പാടുള്ളൂ. ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് ഗാലറിയിലേക്ക് ആക്കണമെങ്കിൽ ഇവിടെ മേലെ അമർത്തിയിട്ട് ഗാലറി എന്ന ഓപ്ഷൻ നോക്കിയാൽ ഇത് ഗാലറിയിലേക്കായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും പോയി ചെയ്ത് നോക്കാം.